നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. റാപ്പിഡ് ഫയർ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. റാപ്പിഡ് ഫയർ എന്താണെന്ന് അറിയാമല്ലോ. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫയർ. എന്ത് കാര്യങ്ങളും പറയാം. വാഹനം മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാം, സർവീസ് മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാം, നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പറയാം, അടുത്ത വാഹനം ഏതാണ് നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നൊരു പ്രോഗ്രാമാണ് റാപ്പിഡ് ഫയർ. സാധാരണഗതിയിൽ കസ്റ്റമേഴ്സിന് വാഹനത്തെ പറ്റി പറയാനൊരു വേദിയില്ല. അങ്ങനൊരു വേദിയാണ് നമ്മൾ റാപ്പിഡ് ഫയറിലൂടെ നൽകുന്നത്. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫയറിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഒരു സുന്ദരമായ BMW 520Dയുടെ ഉടമയാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം. സച്ചിൻ. എന്തിനാ സച്ചിൻ? ഞാൻ ഏണസ്റ്റ് ആൻഡ് യങ് ഇൻഫോ പാർക്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ റാപ്പിഡ് ഫയറിൽ ഏറ്റവും കൂടുതൽ പ്രതിഷ്ഠപ്പെട്ടിരിക്കുന്ന ഇ-ബൈക്കാരാണ്. കാരണം ഞാൻ പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട്, കൊച്ചിയിൽ നമ്മൾ രണ്ടുപേരെ പരിചയപ്പെട്ടാൽ ഒരാൾ ഇ-ബൈയിൽ ജോലി ചെയ്യുന്നതായിരിക്കും. ആ രീതിയിൽ ഇ-ബൈക്കാരാണ് ഇവിടെ മുഴുവനും. എല്ലാവരും വണ്ടിപ്രാന്തന്മാരാണ് തോന്നുന്നു കേട്ടോ. കാരണം എല്ലാവരും ഗംഭീരമായ വണ്ടികൾ ഉപയോഗിക്കുന്നവരാണ് ഇ-ബൈയിലുള്ളത്, അല്ലേ? എത്ര കാലം എടുത്തിട്ട്? ഇപ്പം ഞാൻ 2 വർഷം യൂസ്ഡ് ആണ് എടുത്തത്. 2 വർഷം ആയി. എങ്ങനെയുണ്ട്? BM അല്ലേ, കാരണം ഇത് എടുക്കാൻ തന്നെ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BM ഒരു ഡ്രൈവേഴ്സ് കാറാണ് കമ്പയർ ടു അതർ ബ്രാൻഡ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീല് കിട്ടാനായിട്ടും ഒരു കാർ എന്തൂസിയാസ്റ്റ് എന്ന നിലയിൽ അതിൻ്റെ അത് വേറൊരു ഡ്രൈവിംഗ് പ്ലഷറാണ്. സാറിന് അറിയായിരിക്കുമല്ലോ. അപ്പം അതിൻ്റെ അത് ഉണ്ട്. അത് ത്രൂ ഔട്ട് 2 ഇയേഴ്സ് നമുക്കത് ലോങ് റണ്ണിലും അല്ലാണ്ട് ഷോർട്ട് റണ്ണിലും അതിൻ്റെ കംഫർട്ട് വൈസ് ആണെങ്കിലും ഫാമിലിക്കാണെങ്കിലും അതല്ലാണ്ട് ഒരു പെർഫോമൻസ് വൈസ് ആണെങ്കിലും അതുണ്ട്. ഇത് പിന്നെ ഞാനിത് സ്റ്റേജ് 1 2 ചെയ്തിട്ടുണ്ട്. RBR മറ്റേ തൃശ്ശൂരുള്ള റെഡ് ബാൻഡ് റേസിംഗ്. അപ്പം അതുകൊണ്ട് ഇപ്പം സാധാരണ നമുക്ക് യൂറോപ്യൻ സ്പെക്സിലാണ് നമുക്ക്, അതായത് യൂറോപ്യൻ ട്യൂണിങ്ങിലല്ലേ നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ എനിക്ക് ഇത് സ്റ്റേജ് 1 ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നമ്മുടെ എൻജിൻ സൈലൻ്റായി, പെർഫോമൻസ് കൂടി, ഒരു 35 HP 80 Nm കൂടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റോക്ക് 190 ആണ്. പക്ഷെ നമുക്ക് ഓൺ വീൽസ് കിട്ടുന്നത് ചിലപ്പോൾ അത്രയും കിട്ടില്ല. പക്ഷെ ഇതൊരു ഇപ്പോൾ 235 ഉണ്ടെങ്കിൽ നമുക്കൊരു 220 ഒക്കെ കിട്ടും ഓൺ ദ വീൽസ് കിട്ടും. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പെർഫോമൻസ് മോശമല്ല, അത് ട്യൂണും കൂടെ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. സ്പോട്ടുമാണ്. ഓക്കെ. അപ്പോൾ ഈ BMW പറ്റി പറഞ്ഞത് ശരിയാണ്, ഡ്രൈവേഴ്സ് കാറാണ്. പക്ഷേ അതിനു മുമ്പ് മറ്റെല്ലാ ബ്രാൻഡും ഓടിച്ച് നോക്കിയിട്ടുണ്ടോ? ഏകദേശം എല്ലാം ടെസ്റ്റ് ഡ്രൈവ്. ഞാനിത് എടുക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു ന്യൂ കാർ തന്നെ എടുക്കാനായിട്ടായിരുന്നു. അപ്പം ഞാൻ പക്ഷേ ആ ഒരു റേഞ്ചിൽ, ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ നോക്കിയിരുന്നത് നമ്മുടെ A200 അങ്ങനെ റേഞ്ചിലായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് ആ ഒരു കോക്പിറ്റ് ഫീല് വേറെ ഒന്നിനും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിന് മുമ്പ് ഏതാ ഉപയോഗിച്ചിരുന്നത് ഈ വണ്ടിക്ക്? ഇതിന് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് എക്കോസ്പോർട്ടാണ്. ഇത് ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് എടുത്തതാണ്. എല്ലാവരും പറഞ്ഞു ഇത് വേണോ, ഇപ്പോഴേ ചാടി BM-ലേക്ക് പോകണോ, നമുക്ക് പതുക്കെ ആ ഒരു സ്ലോപ്പ് പോരെ. ഞാൻ പറഞ്ഞു ഈ പ്രായത്തിലല്ലേ ഓടിച്ചാൽ നമുക്ക് ആ ഒരു പ്ലഷർ, നമുക്ക് ഇപ്പോൾ കുറച്ച് നാളും കൂടെ കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഡ്രൈവിങ്ങിൻ്റെ ഒരു പേടി കൂടി വരുമല്ലോ. അതായത് നമ്മൾ സൂക്ഷിച്ചത് ഇപ്പോഴല്ലേ അത് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കിയതാണ്. എക്കോസ്പോർട്ടാണ്. പിന്നെ ഒരു കൊറോള ഓൾട്ടേഴ്സ് ഉണ്ട്, ഒരു ജിപ്സി ഉണ്ട്. ഓഫ് റോഡ് പോകാറ് അങ്ങനെ പ്രൊഫഷണൽ അല്ല, അല്ലാണ്ട് ഫ്രണ്ട്സ് ഗ്യാങ്, ഇതുപോലെ ഒരു EY ഗ്യാങ് ഉണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ മറ്റേ കുട്ടിക്കാനം അങ്ങനെയൊക്കെ ഒരു ചെറിയ ട്രിപ്സ്. അപ്പോൾ ഈ സാധാരണ ഇതിൽ BM പോലുള്ള വണ്ടികൾ വാങ്ങിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് ആണല്ലോ. അല്ലാതെ ഇപ്പോൾ വാങ്ങിക്കാൻ എങ്ങനെയെങ്കിലും പറ്റുമെന്നിരിക്കട്ടെ, പക്ഷേ സർവീസ് കോസ്റ്റ് എങ്ങനെയാണ്? ഇത് 2 വർഷത്തിനിടയ്ക്കുള്ള സർവീസ് കോസ്റ്റ്, അതുപോലെ ഇത് കമ്പനി സർവീസ് ആണോ ചെയ്യുന്നത്, വെളിയിലാണോ? ഞാൻ കമ്പനി സർവീസ് ആണ് ചെയ്യുന്നത്. അത് എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമുക്കിപ്പം വേണമെങ്കിൽ പുറത്ത് ചെയ്യാം, പ്രത്യേകിച്ച് പക്ഷേ എൻജിൻ ഓയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മുടെ എയർ ഫിൽട്ടേഴ്സ്, ആ ഫിൽട്ടേഴ്സ് കാര്യങ്ങളെല്ലാം എപ്പോഴും കമ്പനി തന്നെ ചെയ്യണം എന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അത് ബാക്കി വേണമെങ്കിൽ ബ്രേക്ക് പാഡ്സും നമുക്ക് പുറത്തുനിന്ന് ഇതാക്കാം, പുറത്തുനിന്ന് ചെയ്യാം. അത് പകുതി കോസ്റ്റേ വരത്തുള്ളൂ, നേർ പകുതിയല്ല, മേ ബി 1/3 വരത്തുള്ളൂ. പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പം എൻ്റെ ഇപ്പം ഇത് കഴിഞ്ഞ് ഞാൻ മേടിച്ച് കഴിഞ്ഞ ഒരു 1 ഇയർ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ബ്രേക്ക് പാഡും ഡിസ്കും ഫ്രണ്ട് ഡിസ്കും എനിക്ക് മാറണമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അബുദാബിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് വഴി അവിടുത്തെ ഒറിജിനൽ BM ഷോറൂമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യിച്ചു. എന്നിട്ട് ഞാനത് ഇവിടെ അപ്പോൾ എനിക്ക് ഹാഫ് ദ കോസ്റ്റേ വന്നുള്ളൂ. അല്ല, ആ സർവീസ് സെൻ്റർ തന്നെ ചെയ്തു തന്നു. എന്നിട്ട് നമുക്ക് പാർട്സ് കൊണ്ടുവന്നാൽ അവർ ചെയ്തു തരുന്നുണ്ട്. വെളിയിൽ നിന്നുള്ള പാർട്സ് നമുക്ക് അവിടുത്തെ അബുദാബിയിലെ BMW ഷോറൂമിൽ ഇൻവോയ്സ് ഉണ്ട്. വേറെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ മൾട്ടി ബ്രാൻഡിന്റെ അല്ല, ഒറിജിനൽ ഈ പറഞ്ഞ പോലെ BMW ആയത്. അങ്ങനെ വന്നപ്പോൾ എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റി മൊത്തത്തിൽ? ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് അവർ പറയുന്നത് 80+ ആണ്. ഇത് രണ്ടും കൂടെ ഡിസ്കും ബ്രേക്ക് പാഡും ഫ്രണ്ട് സെറ്റ്. അത് എനിക്കൊരു 40
142 പ്ലസ് ഇവിടെ ഒരു 5-6 ബാക്കി സർവീസ്. അപ്പോൾ അതെങ്ങനെ കൊറിയർ ചെയ്തു ഇവിടുന്ന്? അല്ല, അവർ കൊണ്ടുവന്നു. ഓക്കെ. അതൊരു നല്ല ഓപ്ഷനാണ്. ഈ പറഞ്ഞ പോലെ പലരും അവിടെ തന്നെ പോയാണ്, ഗൾഫിൽ പോയാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് നമുക്ക് സർവീസ് സെൻ്റർ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു സംഭവം. ഞാനത് ആദ്യമായിട്ട് അറിയുന്നത്. ഞാൻ വിചാരിച്ചത് ഇവിടുന്ന് തന്നെ നമുക്ക് പക്ഷേ ഒറിജിനൽ ഇൻവോയ്സ് BM എന്നുള്ള ഇൻവോയ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. എനിക്കത് പുറത്തും തേർഡ് പാർട്ടി അങ്ങനെ ജെന്യൂൻ അല്ലാത്ത പാർട്സ് ഇതില്ല. ഇത് ജെന്യൂൻ BM-ന്റെ പാർട്സ്. അപ്പോൾ അവർക്ക് ഇൻവോയ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം ഒറിജിനൽ. എന്താണ് ഈ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു ഫാക്ടർ എന്താണ് ഇതിൻ്റെ? സ്റ്റെബിലിറ്റി, പവർ, പിന്നെ ആ കംഫർട്ട്. അത് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം ബൈച്ചേട്ടനും അറിയാം, ഈ പറഞ്ഞ പോലെ സെഡാൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടൈം. എല്ലാവരും ആ ഒരു സീറ്റ് കംഫർട്ട് ഉണ്ട്. കാരണം ഞാൻ എക്കോസ്പോർട്ട് ഉപയോഗിച്ച ഒരാളാണ്. ഞാൻ ഒരു വർഷം, എൻ്റെ വീട് ഇടയാർ കൂത്താട്ടോളമാണ്. അപ്പോൾ ഞാൻ ഒരു വർഷം അവിടെ നിന്ന് പോയി വന്നുകൊണ്ടിരുന്നതാണ്. അതായത് ഒരു 1 hour ഡ്രൈവ് ഉണ്ട്, പോയി വന്നുകൊണ്ടിരുന്നതാണ്. അത് ഞാൻ എക്കോസ്പോർട്ടിലാണ് ചെയ്തത്. എക്കോസ്പോർട്ടും എനിക്ക് അത് കൊടുത്തത് എനിക്ക് ഇപ്പോഴും ഒരു റിഗ്രറ്റ് ഉണ്ട്. കാരണം അതിൻ്റെ കംഫർട്ടും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു നടുവേദനയിലേക്കൊന്നും പോകാണ്ടിരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു സീറ്റിംഗ് പൊസിഷൻ, ആ ഒരു ടോൾ ബോയ് അതെല്ലാവരും ഈ ഒരു പുതിയൊരു SUV അല്ലെങ്കിൽ മിഡ് SUV സെഗ്മെന്റിലേക്ക് അവർ അത് ശീലിച്ച് വന്നുകൊണ്ട് എല്ലാവരും സെഡാൻ കുഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളൊരു ഇതിൽ, അങ്ങനെ ഒരു ഇതിൽ ഞാനൊരു പ്യുവർ സെഡാൻ ഫാനാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു കംഫർട്ട്, ആ ഒരു ഡ്രൈവിങ് ഇതെല്ലാം അതെ കുറേ അങ്ങനെ ഇഷ്ടമുള്ള റീസൺസ് ഉണ്ട്. ഫീച്ചേഴ്സും എല്ലാം. ബാക്ക് സീറ്റ് കംഫർട്ട് എങ്ങനെയുണ്ട്? ബാക്കിലൊക്കെ ഇരുന്ന് നമ്മുടെ ഫാമിലിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ? എൻ്റെ വൈഫ് ഇപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞില്ല. പിന്നെ നമ്മൾ കൂടുതലും പ്രശ്നം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഹൈവേയിൽ വരുമ്പോഴേക്കും സ്പീഡ് കൂടുമല്ലോ. അപ്പോഴേക്കും ഇപ്പം നമ്മൾ വീശിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഉള്ള ഒലച്ചിൽ ഭയങ്കരമായിട്ടില്ല, പക്ഷെ ചെറുതായിട്ട് നമ്മൾ ആ സ്പീഡിൻ്റെ അനുസരിച്ചിട്ടുള്ള, അല്ലാണ്ടൊരു കമ്പയർഡ് ടു ബാക്കി വണ്ടികളുടെ വെച്ചിട്ട് എപ്പോഴും കംഫർട്ടബിൾ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഏത് മോഡലാണ് ഇത്? ഇത് 2017. അപ്പോൾ 17 ശേഷം 2020 ആയപ്പോഴത്തേക്കും ഇതിൻ്റെ ഇന്റീരിയർ ഒക്കെ പാടെ മാറി. 2017 തന്നെ ഇതിന്റെ നെക്സ്റ്റ് LCI വേർഷൻ ഇറങ്ങി. 2017 ലാസ്റ്റ് വേർഷൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് പക്ഷേ ഈ ഒരു ഷേപ്പിനോട് എനിക്ക് ഭയങ്കര ഒരു F10, അതുകൊണ്ടാണ് ഞാനിത് കൺവേർട്ട് പോലും ചെയ്യാണ്ട് വെച്ചിരിക്കുന്നത്. എന്നാണ് ഈ ഒരു ഷേപ്പിനൊരു അതിൻ്റെതായ ഒരു ഭംഗിയുള്ളത് കൊണ്ട്. അപ്പോൾ ഇപ്പോഴും ഈ പറഞ്ഞ ഇതിലാണ് പോയി വരുന്നത് കൂത്താട്ടുകുളത്ത് കൊച്ചി? ഞാൻ ഇത് ഇടയ്ക്ക് എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു കൊറോള എൻ്റെ ഫാദർ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം 15 വർഷം, അടുത്ത വർഷം റീടെസ്റ്റാണ്. അത് ഞാൻ ചെറിയ രീതിയിൽ മോഡിഫൈ ഒക്കെ ചെയ്ത് അതും ജിപ്സിയും കൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല, എപ്പോഴും ഇറങ്ങുന്നൊരു ചെറുതായിട്ട്. മൈലേജ് എന്തുണ്ട്? ഡീസലാണ്, എന്തുണ്ട് മൈലേജ്? എനിക്കൊരു 11-12. ഞാനത് ട്യൂൺ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ആക്ച്വലി ഒരു 10.9 to 11 വരെ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു 11.5 to 12 അടുത്ത് കിട്ടുന്നുണ്ട്. ഈ ട്യൂണിങ്ങിന് എത്ര രൂപയായി? ട്യൂണിങ്ങിന് ഒരു 25 to 27 സംതിങ് വരും. അതപ്പോൾ അവർ ചെയ്യുന്നത് എന്നോട് പറഞ്ഞ ഒരു ഞാനും ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്ന ട്യൂണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻജിൻ, അതായത് അത് ഹാം ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാവരും ട്യൂൺ ചെയ്ത വണ്ടിയാണെങ്കിൽ മേടിക്കില്ല. പക്ഷേ എനിക്ക് ചെയ്തു തന്ന RBRൽ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പം യൂറോപ്പ് സ്പെക്കിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവർ ഇതിൻ്റെ അകത്ത് ECUവിൻ്റെ ആ സോഫ്റ്റ്വെയർ നമ്മുടെ ഓരോ വണ്ടിയുടെയും ECU സ്പെക്കും അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ ഇതിൻ്റെ സ്പെക്ക് മൊത്തം ഡിഫറെൻ്റ് ആണ്. അതായത് നമ്മുടെ റോഡ് കണ്ടീഷൻ, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന രീതി, നമ്മുടെ ഓയിൽ ടെമ്പറേച്ചർ, എൻജിൻ ടെമ്പറേച്ചർ, ആ യൂസേജ് എല്ലാം ഇതുണ്ട്. അപ്പം ആ ഫയൽ ഇവർ എടുക്കും. ആ ഫയൽ ഇവർ എടുത്തിട്ട് ഇവരിത് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ഇവിടുത്തെ റോഡ് കണ്ടീഷൻ, അതായത് ഇന്ത്യൻ റോഡ് കണ്ടീഷൻ, ഇന്ത്യൻ ക്ലൈമറ്റ്, ഇന്ത്യൻ ടെമ്പറേച്ചർ, ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് തിരിച്ചാക്കി തരും. അപ്പോൾ എനിക്കൊരു ഡിഫറൻസ് തോന്നിയത് അത് ട്യൂൺ ചെയ്യുന്നതിന് മുമ്പും ട്യൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻജിൻ നോയ്സ് ആണ്. എൻജിൻ നോയ്സ് ഭയങ്കര കാമായി. അതൊരു ഹ്യൂജ് ഡിഫറൻസ് ആയിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് അത് സ്പോട്ട് ട്രാൻസ്മിഷൻ നമ്മൾ ഇതിലേക്ക് ഇടുമ്പം അത്യാവശ്യം നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യാം. അപ്പോൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ ഈ ഒരു ട്യൂണിംഗ്? ഉണ്ട്. അത് സ്റ്റേജ് 1, സ്റ്റേജ് 2 എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ഡൗൺ പൈപ്പ് മാറ്റണം, അങ്ങനെ വലിയ കാര്യങ്ങൾ അതൊക്കെ. പിന്നെ എക്സ്റ്റേണൽ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും മാറ്റണ്ട, ബ്രേക്സ് ഒന്നും ഇത് ചെയ്യണ്ട. ഇത് സ്റ്റേജ് 1+ ആണ് ചെയ്തത്. അതിന് എല്ലാ വണ്ടികൾക്കും നമുക്ക് ചെയ്യാവുന്നതാണ്. അതൊരു അവർ മൈലേജ് ഇൻക്രീസ് +1 മൈലേജ് ഇൻക്രീസ് അവർ ഗ്യാരണ്ടിയും പറയുന്നുണ്ട്. അപ്പോൾ അതെനിക്കൊന്ന് എല്ലാ ട്യൂണിങ്ങിനും പറയുന്നുണ്ടെന്ന്. അപ്പോൾ ഈ വണ്ടിയൊക്കെ വാങ്ങിച്ച സമയത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങിയ ഒരു കാലമാണല്ലോ. അതെ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓടിച്ചിട്ടുണ്ടോ?
ഓടിച്ചിട്ടുണ്ട്, 1-2 വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ EV ഇപ്പം ഒരു ഓഫീസ് ഇപ്പം എന്നെ സംബന്ധിച്ച് 1 മണിക്കൂറുണ്ട് എനിക്ക് ഓഫീസിലേക്ക്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്, നമ്മൾ വീട്ടിൽ സോളാർ വെക്കാനും ബാക്കി EVയിലേക്ക് വെക്കാനും. എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അതെ കിടക്കുന്നു. അത് ഒരിക്കലും നമുക്ക് ഇതിൽ നിന്നൊരു വിട്ട് ഒരു എഞ്ചിൻ ഇതിൽ നിന്ന് ഇട്ടിട്ട് ഒരു EV സൗണ്ട് ഇല്ലാത്തൊരു ഇതിൻ്റെ വേറൊരു ഏറ്റവും വലിയ, ഇപ്പോൾ സാർ ആദ്യം ചോദിച്ച ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും വലിയതെന്ന് ഇതിൻ്റെ നമുക്ക് സൗണ്ട്. അപ്പം ഇത് 520D ആണ്. എന്നാലും ഇത് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പം അതിൻ്റെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം. ആ ഒരു ത്രില്ല് EVയിൽ കിട്ടില്ല. അത് മാത്രമേ ഉള്ളൂ. ബാക്കി വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ എക്കണോമിക്കലായിരിക്കും. ഒരു മണിക്കൂർ ഓടി വരണമെന്നുണ്ടെങ്കിൽ എക്കണോമിക്കലായിരിക്കും. സോളാർ വീട്ടിൽ സോളാർ ഉണ്ടെങ്കിൽ സീറോ കോസ്റ്റ് ആയിരിക്കും. അത് ശരിയാണ്. അതിൻ്റെ അകത്ത് അപ്പോൾ ഇനി എങ്ങനെ ദീർഘകാലം ഇത് ഓടിക്കാനാണോ പരിപാടി? അതോ ഇല്ല, ദീർഘകാലം എന്നില്ല. ഇതിപ്പം ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കുറച്ച് നാളും കൂടെ യൂസ് ചെയ്തിട്ട് മേ ബി ഒരു നെക്സ്റ്റ് ഒരു അതെന്താണ് മനസ്സിൽ വെറുതെ ഒരു വേഗമായിട്ട് അങ്ങനെ ആസ് ഓഫ് നൗ ഇല്ല. പിന്നെ ഈ ഡ്രീം കാർ എന്നൊക്കെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു ഹാർഡ് കോർ BM ഫാൻ എന്ന നിലയ്ക്ക് ഇതിൻ്റെ ഒരു M5 അതൊക്കെ പക്ഷെ നമുക്ക് ചിന്തിക്കാവുന്നതിന് കുറച്ചപ്പുറമാണ്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ബ്രാൻഡിലേക്ക് ചിന്തിക്കുവാണെങ്കിൽ ഒരു കസ്റ്റം സ്പെക് പോർഷെ 911 GT 3 RS എല്ലാവരുടെയും ഇതിലുള്ള പോലെ. അതൊക്കെ പക്ഷേ ഈ പറഞ്ഞ പോലെ ഈസി അല്ല. അതൊക്കെ ഇൻ ഫ്യൂച്ചർ ഭാഗ്യമുണ്ടെങ്കിൽ ഇതെടുക്കാമെങ്കിൽ അതൊക്കെ സാധിക്കും. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, നമ്മളിനി കാണുമ്പോൾ 2-3 വർഷം കഴിഞ്ഞാലും കാണുമ്പോൾ പോർഷെ 911 നമ്മൾ കാണും. തീർച്ചയായും. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ജീപ്പ് കോമ്പസിൻ്റെ ഉടമയാണ്. ജീപ്പ് കോമ്പസിൻ്റെ ഉടമകൾ ആരും തന്നെ ജീപ്പ് കോമ്പസിനെ കുറ്റം പറഞ്ഞ് കേട്ടിട്ടില്ല. എന്തെങ്കിലും കുറ്റം പറയുന്നുണ്ടോ നോക്കാം. നമസ്കാരം. ഹായ്, പേര്? ദീപു. എന്ത് ചെയ്യുന്നു ദീപു? ഞാൻ ഒരു ഓട്ടോമാറ്റിക് ഗേറ്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഫോക്സ്ടെക് എന്ന് പറഞ്ഞ കമ്പനിയിൽ. ശരി. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഒന്നിനും സംശയം ചോദിക്കാറുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് കുറച്ച് ചീത്തപ്പേര് വന്ന ഒരു സാധനമാണ് ഈ ഓട്ടോമാറ്റിക് ഗേറ്റ്, അല്ലേ? 1-2 പേർക്ക് അപകടമൊക്കെ സംഭവിച്ചു ഓട്ടോമാറ്റിക് ഗേറ്റിൽ. എന്താണ് ഈ ഓട്ടോമാറ്റിക് ഗേറ്റിൽ അപകടം സംഭവിക്കാനുള്ള കാരണം? അപകടം അതൊരു ചീത്തപ്പേരെന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു ശ്രദ്ധയില്ലായ്മയിൽ നിന്ന് സംഭവിച്ചു പോയ ഒരു കാര്യമാണ്. ഓട്ടോമാറ്റിക് ഗേറ്റ് എന്ന് പറയുന്നത് ഒരു മോട്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതിനെപ്പോഴും അതിൻ്റേതായ ഒരു സിസ്റ്റവും സേഫ്റ്റിയും എല്ലാം അതിനകത്തുണ്ട്. എന്നാൽ പോലും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. കാര്യം ഒരു കൊച്ചുകുട്ടിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് ഗേറ്റിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. എന്നാൽ നമ്മളെപ്പോലെ വലിയൊരു വ്യക്തികൾ വരുവാണെങ്കിൽ ആ മോട്ടർ ഓടുന്നത് വളരെ സ്പീഡ് കുറഞ്ഞിട്ടാണ്. അത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണമെങ്കിൽ നമ്മൾ നല്ലൊരു പ്രഷർ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓവർ കറണ്ട് സെൻസ് ചെയ്ത് അവിടെ നിൽക്കും. എന്നാൽ കൊച്ചു കുട്ടികളുടെ ഇടയ്ക്ക് അതിനെ നമുക്ക് തിരിച്ചതിനെ പുഷ് ചെയ്യാനായിട്ട് കൊച്ചു കുട്ടികൾക്ക് പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു സംഭവമായിരുന്നു നമ്മൾ ന്യൂസിലൊക്കെ കണ്ടത്. വളരെ പെട്ടെന്ന് ആ കുട്ടി ഒരു ശ്രദ്ധയില്ലായ്മയിൽ നിന്ന് ചെയ്ത ഒരു കാര്യത്തിൽ നിന്ന് സംഭവിച്ചു പോയതാണ്. പക്ഷേ അതിന് സെൻസർ ആവശ്യമല്ലേ? ഇപ്പം സെൻസർ തീർച്ചയായിട്ടും ആവശ്യമാണ്. അത് മാൻഡേറ്ററി അല്ല. പക്ഷേ തീർച്ചയായിട്ടും സർക്കാരിന്റെ തലത്തിലൊന്നും മാൻഡേറ്ററി ആക്കില്ല. അങ്ങനെ ഒരു റൂൾസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഒരു ഇന്റർനാഷണൽ ലെവലിലാണ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. അത് വെച്ചിട്ട് സേഫ്റ്റി സെൻസർ എന്നാണ് അതിന് പറയുന്നത്. അത് നമ്മൾ ഇൻസൈഡും ഔട്ട്സൈഡും സാധാരണ കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കൂടുമ്പോഴത്തേന് ഈ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടുള്ള പല സാധനങ്ങളും കുറച്ചിട്ടാണ് മാർക്കറ്റിൽ പലരും വിറ്റുപോകുന്നത്. പക്ഷേ നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റിനെല്ലാം ഇൻക്ലൂഡിങ് സേഫ്റ്റി സെൻസറുകൾ തന്നെ കൊടുക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ സെൻസർ വെക്കണമെങ്കിൽ പോലും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ ഇഷ്യൂ വന്നതിന് ശേഷം എല്ലാവർക്കും അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇപ്പം സേഫ്റ്റി സെൻസേഴ്സ് എല്ലാം വെച്ച് ചെയ്യുന്നുണ്ട്. ഒത്തിരി ഓപ്ഷൻസ് ഇപ്പോൾ പുതിയത് ജസ്റ്റ് ഗേറ്റിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ പോലും ഗേറ്റ് വന്ന് അടയുന്ന സമയത്ത് അതിനകത്തൊന്ന് ഗേറ്റിൻ്റെ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് അവിടെ ഒരു സെൻസർ വെക്കും. അതിലൊന്ന് പ്രസ് ചെയ്താൽ പോലും തിരിച്ചു പോകുന്ന രീതിയിലുള്ള സെൻസർ. അതൊന്നും ഇതുവരെ കേരള മാർക്കറ്റിൽ ആരും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സ് അത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് സേഫ്റ്റി ഇപ്പോൾ ഇച്ചിരിയോടെ കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവാൻ പറ്റും. വണ്ടിയുടെ കാര്യം പോലെ തന്നെ വണ്ടിയുടെ കാര്യത്തിൽ എല്ലാവരും സേഫ്റ്റി നോക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ അടുത്ത കാലത്ത് വീട് വെച്ചാൽ സെൻസർ ഇല്ല. സെൻസർ ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്കൊരു സെൻസർ വെച്ചിരണേ. തീർച്ചയായും. ഓക്കെ. അപ്പോൾ നമുക്കിനി വണ്ടിയിലേക്ക് വരാം. ഒരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിൽ ഇപ്പോൾ പുതിയ വീടുകളൊക്കെ വെക്കുന്നതിൽ എത്രത്തോളം ആൾക്കാർ ഓട്ടോമാറ്റിക് ഗേറ്റ് പ്രിഫർ ചെയ്യുന്നുണ്ട്? പുതിയ വീട് ഒരു ബഡ്ജറ്റബിളായിട്ട് വെക്കുന്നതിന് മേളിലോട്ട് വരുന്ന എല്ലാത്തിലേക്കും ഇപ്പോൾ ഓട്ടോമാറ്റിക് ഗേറ്റ്സ് വെക്കുന്നുണ്ട്. നമ്മളൊരു 15 വർഷമായിട്ട് മാർക്കറ്റിലുള്ള ഫോക്സ്ടെക് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ്. എന്താണ് എൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുമോ? FOXTECH.UK എന്നുള്ള ഒരു. നമുക്കിവിടെ കൊച്ചിയിലാണോ ഓഫീസ്?
കൊച്ചിയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് എല്ലാം ഓൾ കേരള ലെവലിൽ ചെയ്യുന്നത്. ഞാൻ പാൻ ഇന്ത്യ ലെവലിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളൊരു 15 വർഷമായിട്ട് മാർക്കറ്റിലുണ്ട്. ഇറ്റ്സ് ലീഡിംഗ് ആയിട്ട് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം 15 വർഷമായ കസ്റ്റമറും നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണെന്ന് തന്നെ പറയുന്നതിൽ. അപ്പോൾ എല്ലാവരും ഓർത്ത് വെച്ചോട്ടോ, പുതിയ വീട് വയ്ക്കുമ്പോൾ ഗേറ്റ് വേണമെങ്കിൽ ഫോക്സ്റ്റെക് ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഈ പ്രയോജനം കിട്ടും. വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും. വണ്ടി ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ലോക്ക് ചെയ്ത് പോരുന്നു. രസമുള്ള നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് ഇത് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. പിന്നെ കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് ചാനൽ പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പം ഏറ്റവും നിയറസ്റ്റ്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഓട്ടോമാറ്റിക് ഗേറ്റ് വെക്കുമ്പം നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് തന്നെ വെക്കണം. കാര്യം ഗേറ്റിൽ നിന്ന് മോട്ടർ എന്ന് പറയുന്നത് തനിയെ വർക്ക് ചെയ്യുന്നതാണ്, ഒരു ഗേറ്റിന് മേളിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെന്തെങ്കിലും രീതിയിലൊരു മെയിൻ്റെനൻസോ ഒരു എമർജൻസിയോ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് അത് പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഇൻസ്റ്റാൾ ചെയ്ത ആൾക്കാർ തന്നെ നമ്മുടെ ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ ചെറിയ സ്ഥലങ്ങളിലും നമ്മുടെ ചാനൽ പാർട്ട്നേഴ്സ് ഡീലേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ത്രൂ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ സർവീസ്, സപ്പോർട്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് വരാം. ജീപ്പ് കോമ്പസിൻ്റെ ഫുൾ ഓപ്ഷനാണ് അല്ലേ? അതെ. അതായത് 4 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്, 2 വീൽ ഡ്രൈവിൻ്റെ ഓട്ടോമാറ്റിക്. എത്ര കാലം എടുത്തിട്ടിപ്പോൾ? ഒരു 3 months കഴിഞ്ഞു, 3 to 4 months. അതുള്ളൂ. ഇപ്പോൾ 3 to 4 monthsiനിടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ധാരാളം ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയുള്ള ഫീച്ചേഴ്സ് ഉള്ളതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ജീപ്പ് ഒരു പാഷനായിരുന്നു. ജീപ്പ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒത്തിരി ഓഫറും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ജീപ്പ് എടുക്കാൻ വേണ്ടി കഴിഞ്ഞ ഈ പറഞ്ഞ ജാനുവരി ആകുമ്പോഴത്തേനും എടുക്കണം, ന്യൂ ഇയറിലൊരു ആകുമ്പോഴത്തേനും എടുക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ പല ബ്രാൻഡിലേക്കും ഞാൻ പോയിട്ട് അവസാനം വീണ്ടും ജീപ്പിൽ തന്നെ വന്നിരുന്നു. അതായത് ഓരോ ഷോറൂമിൽ പോയി എല്ലാ വണ്ടിയും കണ്ട് ഫീച്ചറും കണ്ട് പുറത്തിറങ്ങുമ്പോഴായിരിക്കും ഒരു ജീപ്പ് വരുന്നത്. അപ്പോൾ മനസ്സ് പറയും വേണ്ട, ജീപ്പിൽ തന്നെ പോകാം. അതായിരുന്നു ജീപ്പ് എടുക്കാനായിട്ടുള്ള എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വലിയ കാര്യം. ജീപ്പിൻ്റെ ആ ലുക്ക്, ആ ഒരു ബൾക്കി ഫീല്, പിന്നെ ആ ഒരു ഇതെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇത് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കേട്ടപ്പം കാര്യം മറ്റുള്ള പല വണ്ടികൾക്കും ഫീച്ചേഴ്സ് ഒത്തിരി ഉണ്ട്. എന്നാൽ പോലും ജീപ്പിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയും ജീപ്പിൻ്റെ ഒരു ബോഡി വെയ്റ്റ്, ബോഡിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത് അത്ര ആഗ്രഹിച്ചെടുത്തിട്ട് അത്തരം പ്രതീക്ഷകളെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ? യെസ്, തീർച്ചയായിട്ടും. കാര്യം ഞാൻ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ എടുക്കുന്ന സമയത്ത് വണ്ടിയിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും പലയിടത്തും ചോദിച്ചപ്പോൾ എല്ലാവരും ജീപ്പ് അങ്ങനെ റെക്കമെൻഡ് ചെയ്തില്ല. കാര്യം മറ്റുള്ള പല ഓഫർ, ഈ പറഞ്ഞ പോലെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടെന്ന് ബിജുവിന് പറഞ്ഞ പോലെ ഉള്ള ഒരു കാര്യത്തിലേക്ക് വരുമ്പം അവരെല്ലാവരും ഇന്ന് ആ വണ്ടി നോക്കിക്കൂടെ, ഈ വണ്ടി നോക്കിക്കൂടെ. പക്ഷേ എന്നാലും അപ്പം ഒരു ഇച്ചിരി കൺഫ്യൂഷൻ വന്ന് അത് വേണോ ഇത് വേണോ. എന്നാൽ പോലും ഞാൻ പിന്നെ അത് ജീപ്പ് ഉപയോഗിച്ച ആൾക്കാരുടെ അടുത്ത് എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോഴവർ ഒരാൾ പോലും അങ്ങനെ നെഗറ്റീവ് പറഞ്ഞതായിട്ട് കേട്ടില്ല. എല്ലാവരും നല്ല പോസിറ്റീവ്. ജീപ്പ് ഉപയോഗിച്ചവർക്ക് ജീപ്പിനെ കുറിച്ച് അറിയാം. സത്യം അതാണ്, അത് ഞാൻ പറയാൻ പറ്റുന്നത്. അതായത് നമ്മളിപ്പോൾ മറ്റ് ബ്രാൻഡുകൾ പോലെയല്ല, ജീപ്പിലേക്ക് അടുക്കാനൊരു പേടിയുണ്ട് ആൾക്കാർക്ക്. അമേരിക്കൻ ബ്രാൻഡാണ്, ഭയങ്കര സർവീസ് കോസ്റ്റ് ആകുമോ, നമുക്ക് പറ്റുമോ, അല്ലേ, നമ്മുടെ കയ്യിൽ നിൽക്കുമോ എന്നൊക്കെയുള്ളൂ. പക്ഷെ അങ്ങനൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്കിപ്പോൾ സർവീസ് ആയിട്ടില്ല. എന്നാൽ പോലും ഏതൊരു വണ്ടിക്കും ഇപ്പോൾ സർവീസ് കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ മേ ബി ഒരു 10% അല്ലെങ്കിൽ 25% കൂടുതലായിരിക്കും. പക്ഷേ ജീപ്പിൻ്റെ നമുക്കൊരു ഡ്രൈവിംഗ് കംഫോർട്ട് എന്ന് പറയുന്നത് മറ്റൊരു വണ്ടിയെക്കാട്ടിലും എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായിട്ടുള്ള വണ്ടിയാണ്. ഞാൻ ഇതിനു മുമ്പ് ഫോർഡായിരുന്നു ഉപയോഗിച്ചത്, അത് കഴിഞ്ഞിട്ട് ക്രെറ്റയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴും അതിൻ്റെ ഒരു ഇമ്പോർട്ടഡ് വണ്ടി അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ വണ്ടിയുടെ ഒരു ഫീലിംഗ് ഭയങ്കരമായിട്ട്. അപ്പോൾ അത് കൃത്യമായും ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. ഇപ്പോൾ ക്രെറ്റ എന്ന് പറയുന്നത് ഒരു കൊറിയൻ വണ്ടി, കൊറിയയിൽ നിന്ന് നേരെ അമേരിക്കയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഫീൽ ചെയ്തോ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കേജ് പോലുള്ള ഒരു വെയിറ്റ് ഫീല് നല്ലോണം ഉണ്ട്. ക്രെറ്റ ഇസ് നല്ല വണ്ടി തന്നെയാണ്. അത് ഞാൻ ഡ്രൈവ് ചെയ്ത് പോകാനും ഭയങ്കര ഒരു എന്താ പറയുക, വളരെ ഫ്രീ ആയിട്ട് എടുത്തു. അപ്പം പക്ഷെ അത് ഒരു സ്പീഡിൽ കൂടുതൽ കയറുമ്പം ഇത് ഞാൻ ഓടിച്ചപ്പം ഇതിന്റെ സ്പീഡ് കയറുമ്പോൾ ഉണ്ടാവുന്ന നമുക്കൊരു കംഫോർട്ട് ഫീല്. ഞാനിത് ഒരു ഈവൻ 90 ഒക്കെ കയറുമ്പം 90 to 100 ഒക്കെ ആ റേഞ്ചിൽ നമ്മൾ ഹൈവേ സൈഡിലൊക്കെ പോകുമ്പം ഇത് ചിലപ്പം എത്രല്ല പോകുന്നതെന്ന് ഞാൻ നോക്കണം, മനസ്സിലാവില്ല. പക്ഷെ ക്രെറ്റയാണെങ്കിൽ ആ സമയത്ത് ഈ സ്പീഡിലാണ് നമ്മൾ പോകുന്നതെന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് ഈ വണ്ടിയുടെ വെയിറ്റും കാര്യങ്ങളും ഒക്കെ അത്ര നിൽക്കുന്നതുകൊണ്ടുള്ള ഒരു. അപ്പോൾ എന്താണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ? എന്താ ഇത്രയും ദിവസം ഓടിച്ചു കഴിഞ്ഞപ്പോൾ? വണ്ടി ആ ഡ്രൈവിംഗ് കംഫോർട്ട്, നമുക്കൊരു ടേണിങ്ങിൽ അല്ലെങ്കിൽ ബ്രേക്കിംഗ്, ഇതൊക്കെ ഒരു ഭയങ്കര കംഫോർട്ടായിട്ട് തോന്നിയിട്ട്. ബ്രേക്കിംഗ് എനിക്ക് ഭയങ്കര ഒരു നമ്മൾ മനസ്സ് ചിന്തിക്കുന്നിടത്ത് തന്നെ അതിനെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റും എന്നൊരു ഇതുണ്ട്. ആ ഒരു ഭയങ്കര ഇതാണ്. പിന്നെ ഇവൻ്റെ ഓരോ ഫീച്ചേഴ്സ്, ഈവൻ ഒരു സേഫ്റ്റി ഫീച്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈവൻ സീറ്റ് ബെൽറ്റ് ഇട്ടാൽ മാത്രമേ നമ്മളുടെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ ഹാൻഡ് ബ്രേക്ക്. ഇന്ന് സേഫ്റ്റി ബെൽറ്റ് ഇട്ട് റേസ് കൊടുത്തു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ഓട്ടോമാറ്റിക്കായിട്ട്
മാറും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് ഒത്തിരി ഇതുണ്ട്. അതിൽ കുറേ നല്ല എന്തെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ തോന്നിയ ഫീച്ചർ ഉണ്ടോ? അഡാസ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊന്ന് വെയിറ്റ് ചെയ്ത് ഇവരുടെ അടുത്ത് വരുമോ എന്നുള്ള ഒരു ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ വർഷം അവസാനം വരുന്നത് കേൾക്കുന്നുണ്ട്. പുതിയ ഇപ്പം എക്സ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിൽ മാനുഫാക്ചറിങ് എക്സ്പോർട്ട് ചെയ്യുന്ന വെഹിക്കിളിനൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അഡാസ് ഉണ്ടെങ്കിൽ നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പം അഡാസ് ഉള്ള വെഹിക്കിളിലെല്ലാം പല ആൾക്കാർ അഡാസ് നോർമലി ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നത്. അഡാസിന്റെ കാര്യത്തിൽ എമർജൻസി ബ്രേക്കിംഗ് ഒക്കെ തലവേദന കേസാണ്. രക്ഷയില്ല, പേടിപ്പിച്ചു. അതേ ഉള്ളൂ. ബാക്കി മിക്കാറുള്ള എല്ലാ ഫീച്ചേഴ്സ് അതിനകത്തുണ്ട്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പം നമുക്ക് എപ്പോഴും ഞാനൊരു ടെക്നോളജി ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് അഡാസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതെന്നുള്ള ഒരു ഇത് ഓക്കെ. എനിക്ക് തോന്നുന്നു ഒത്തിരി ആൾക്കാർ അങ്ങനെ സെർച്ച് ചെയ്യുന്നു. അപ്പം എത്ര രൂപ ഇത് വാങ്ങിച്ചപ്പോൾ ഓൺ റോഡ്? ഇതൊരു 37-38 അടുപ്പിച്ചായി. 37 lakhs കൊടുത്തിട്ട് വാങ്ങിക്കാൻ വർത്താണെന്ന് ആണോ ഒരു തോന്നൽ? തീർച്ചയായിട്ടും ഞാൻ പറയും. കാര്യം ഇതിനിടയ്ക്ക് വേറൊരു വെഹിക്കിളിൻ്റെ കാര്യം പറയാമോ? ഈ ഇതിൽ വരുന്ന ഒരു പ്രീമിയം വെഹിക്കിളിൻ്റെ വേറെ ഒരു വെഹിക്കിൾ ഏതാണുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ ക്രെറ്റയുടെ ഒക്കെ സെഗ്മെന്റ് തന്നെയാണിത്. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മിഡ് സൈസ് SUV തന്നെയാണിത്. പക്ഷേ ഇതിൻ്റെ ഈ സെഗ്മെന്റിൽ ഏതാ വരുന്നതെന്ന് ചോദിച്ചാൽ പിന്നെ ഈ ഒരു വിലയിൽ വരുന്നത് ഒന്നുമില്ല. ഞാൻ 5 സീറ്റർ വെഹിക്കിളാണ് ഞാൻ കൂടുതലും. പിന്നെ അതെൻ്റെ ഒരു ഓപ്ഷൻ ആയിരുന്നു. 5 സീറ്റർ ആണ് എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് ഫോർച്യൂണർ ആണെങ്കിൽ അതിലും റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഒരു ബഡ്ജറ്റ് അത് ഓക്കെ ആണ് എന്നാണ് എൻ്റെ ഒരു. അല്ല, പിന്നെ വേറൊരു കാര്യം എല്ലാവരും ചിന്തിക്കുന്ന 37 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് പ്രീമിയം ബെൻസിലേക്കൊക്കെ പോകാം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഓക്കെ, അത് ഓരോ ഇതാണ്. മേ ബി ഫ്രഷ് എടുക്കുന്നതിലാണ് എനിക്ക് കുറച്ചുകൂടെ. അതുപോലെ ഇലക്ട്രിക് ഓടിച്ച് നോക്കിയിട്ടുണ്ടോ? ഇലക്ട്രിക്കിൽ ഞാൻ ഓടിച്ചു. BYD ഓടിച്ചായിരുന്നു. BYD ഒരു ഓപ്ഷൻ ആയിരുന്നു. ബട്ട് അത് ചില BYDയിലോട്ടും ഞാൻ പോയിരുന്നു. എന്തുകൊണ്ടാണ് ഇലക്ട്രിക് വേണ്ടാന്ന് വെച്ചത്? പിന്നെ അത് ഇലക്ട്രിക്കിൽ വേണ്ടെന്ന് വെച്ചതിനകത്ത് ഈ ലോങ് ഡ്രൈവ്, ഇപ്പം എൻ്റെയൊക്കെ എമർജൻസി ഡ്രൈവിംഗ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും പോയിട്ട് ചാർജിങ് വരിക. എൻ്റെ ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അവരും ചാർജിങ് സ്റ്റേഷന് വേണ്ടിയിട്ടും അതിൻ്റെ വെയിറ്റിങ്ങും നമ്മൾ ഒത്തിരി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ചിലപ്പോൾ നമ്മുടെ എമർജൻസിയിൽ അത് ഈവൻ ചാർജിങ് സ്റ്റേഷൻ കൂടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഓപ്ഷൻ നോക്കാം. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അതൊരു വലിയൊരു യൂസായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ എന്നാലും വളരെ സന്തോഷം. ഈ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഒരു കുറ്റവും പറയില്ലെന്ന് എനിക്കറിയാമല്ലോ. ജീപ്പ് കോമ്പസ് ഓടിക്കുന്നവരും ജീപ്പിൻ്റെ ഏത് വാഹനം ഓടിക്കുന്നവരും ഒരു കുറ്റവും പറയില്ല. ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് തന്നെയാണ്, യാതൊരു കുറ്റവും പറയാനില്ല. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ജീപ്പെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഒരു പേടി ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിലുണ്ട്. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സുരക്ഷിതത്വമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് എടുക്കാം. ഒരു പക്ഷേ ഈ ഒരു ജനറേഷൻ തൊട്ട് മുമ്പത്തെ ജീപ്പ് കോമ്പസ് ഞാനും സജസ്റ്റ് ചെയ്യില്ല. കാരണം കുറേ ഫീച്ചേഴ്സ് ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു. പുതിയ ജീപ്പ് കോമ്പസിൽ ഇല്ലാത്ത ഫീച്ചേഴ്സ് ഒന്നുമില്ല, ധൈര്യമായിട്ട് വാങ്ങിക്കാം. അപ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക് ഗേറ്റുകളെല്ലാം വ്യാപകമായിട്ട് ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്ന രീതിയിലുള്ള സെൻസേഴ്സ് വ്യാപകമായിട്ടൊന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്നത് നന്നായിട്ട് ഗംഭീരമായിട്ട് കസ്റ്റമൈസ് ചെയ്ത ഒരു സ്കോഡ ഒക്ടേവിയയുടെ ഓണറിനെയാണ്. നമസ്കാരം, പേര്? അതുൽ. എന്ത് ചെയ്യുന്നതിൽ? ഞാൻ റെഡ് ബാൻഡ് റേസിംഗ് എന്ന് പറഞ്ഞ ട്യൂണിംഗ് കമ്പനി തൃശ്ശൂർ ബേസ്ഡ് ആണ്. അതിന്റെ പാർട്ണറാണ്. ഇപ്പം നമ്മൾ കൊച്ചിയിലും കോട്ടയത്തൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. RBR കേട്ടിട്ടുണ്ട്. RBRന്റെ നല്ല ആളാണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു ട്യൂണിങ്ങിന്റെ അവസ്ഥ? ജനങ്ങളൊക്കെ ട്യൂണിങ്ങിലേക്ക് എത്തുന്നുണ്ടോ? ട്യൂണിങ്ങിലേക്ക് എത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ 5 വർഷം മുന്നേ ട്യൂണിങ്ങിനെ പറ്റി ഒരുപാട് മിസ്കോൺസെപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ആൾക്കാർ അതിനെപ്പറ്റി യൂട്യൂബും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഒരുപാട് പഠിച്ച് നല്ല റിസൾട്ട്സ് ആൾക്കാർ കണ്ടു തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക്കലി ബൈച്ചേട്ടാ ട്യൂണിംഗ് എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു കാറിൽ ഒരു സ്പീക്കർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ സൗണ്ട് ട്യൂണിങ് കറക്റ്റായിട്ട് ചെയ്യണം. അത് തന്നെയാണ് എഞ്ചിൻ ട്യൂണിങ്. എഞ്ചിൻ്റെ കുറച്ച് അതായത് ഫോർ എക്സാമ്പിൾ എയർ ഫ്യൂൽ റേഷ്യോ, ഇഗ്നിഷൻ ടൈമിംഗ്, ബൂസ്റ്റ് പ്രഷർ, ഇതെല്ലാം കൂടി എടുത്ത് ഒരു ഫൈൻ ട്യൂൺ ചെയ്ത് നമ്മൾ എഞ്ചിനിലേക്ക് തിരിച്ച് പ്രോഗ്രാം റീലോഡ് ചെയ്യുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് വണ്ടിയുടെ മൈലേജും ഈ പറഞ്ഞ പോലെ പവറും ഒക്കെ ഇമ്പ്രൂവ് ആവും. ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ 1.5 TDI ഡീസലില്ലേ, അപ്പോൾ വെൻഡോ പോളോ റാപ്പിഡിലുള്ളത്, അതിലാണ് ഏറ്റവും കൂടുതൽ എഞ്ചിൻ സൗണ്ട് കുറഞ്ഞിട്ടുണ്ട്, മൈലേജ് ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് ആൾക്കാർക്ക് മനസ്സിലായപ്പോഴത്തേനും കുറച്ചുകൂടെ എല്ലാവരും ട്യൂണിങ്ങിലേക്ക് വരുന്നുണ്ട്. ഈ മറ്റേ ഈ അടുത്ത കാലത്ത് ഒരാൾ ജിംനി ട്യൂൺ ചെയ്തെന്ന് പറഞ്ഞു. ജിംനിക്ക് സാധ്യത എങ്ങനെയുണ്ട് ട്യൂൺ ചെയ്യുമ്പോൾ? ചെയ്തിട്ടുണ്ടോ? നമ്മൾ ജിംനി ചെയ്തിട്ടുണ്ട്. നമ്മൾ എനിക്ക് ഒരു 10ഓളം ജിംനി ചെയ്തിട്ടുണ്ട് മൊത്തം. കാരണം നല്ല റിസൾട്ട് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 12 HP വരെ ഗെയിൻ ഉണ്ട്. കാരണം അതിന്റെ 1.5 എഞ്ചിൻ ഭയങ്കര ട്യൂണർ ഫ്രണ്ട്ലിയാണ്. കാര്യം ടെർബോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് എണ്ണയിൽ ഏറ്റവും മാക്സിമം എടുക്കാൻ പറ്റുന്ന അത്രയും പവർ നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട്. എന്നാൽ എഫിഷ്യൻസി വ്യത്യാസം ഉണ്ട് കേട്ടോ. എൻ്റെ കസ്റ്റമേഴ്സിന് ഒരു 1 കിലോമീറ്റർ പ്ലസ് വരെ എഫിഷ്യൻസി കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ നോർമലി അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇനീഷ്യൽ അത് സ്ട്രഗിൾ ചെയ്യും. അപ്പം
അപ്പം അത് നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്ത് ഇനിഷ്യലും മിഡ് റേഞ്ചും പ്രശ്നമുണ്ട്. അതെ അതെ അതിൽ ഓട്ടോമാറ്റിക്കിന് നല്ലപോലെ പ്രശ്നം. അതെ ഓട്ടോമാറ്റിക് പ്രശ്നമാണ്. അത് നമ്മളൊന്ന് സെറ്റാക്കി കൊടുക്കും. അപ്പോൾ ഈ ട്യൂൺ ചെയ്യുന്ന വണ്ടികൾക്ക് പൊതുവേ ഈ വാറണ്ടി പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. എന്താണ്? വാറണ്ടി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാവരും കമ്പനികളെല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും എല്ലാ ബ്രാൻഡ്സും ഇപ്പോൾ കുഴപ്പമില്ല. നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഇപ്പോഴും ഒരു 2 ബ്രാൻഡ്സ് പ്രശ്നം ഉണ്ടെങ്കിലും ബാക്കി 8ഓളം 9ഓളം ബ്രാൻഡ്സ് നമുക്ക് ഇപ്പോഴും ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഇത് അറിയാനുള്ള സാധ്യതയില്ലല്ലോ. അതെ അത് ശരിയാ. ഡിറ്റക്ഷൻ വളരെ കുറച്ച് കമ്പനികൾക്കും ഉള്ളൂ. നമുക്ക് ബാക്കിയുള്ളവരൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നത് നിങ്ങളുടെ ഈ ഒരു മേഖലയ്ക്ക് ഭീഷണിയല്ലേ? ഭീഷണിയാണെന്ന് ചോദിച്ചാൽ ആണ്. കാരണം ഇപ്പോൾ മാർക്കറ്റിൽ അത്രയും ഷെയർ ഇലക്ട്രിക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇലക്ട്രിക് A to B കമ്മ്യൂട്ടൊക്കെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് യൂസ് ചെയ്യുക. ഡീസൽ വാഹനങ്ങളുടെ ഇപ്പോൾ ഡീസൽ വാഹനങ്ങൾ കുറയുവാണല്ലോ. അതുകൊണ്ട് എല്ലാവരും ഇലക്ട്രിക്കിലേക്ക് ഒരു കൺവേർഷൻ വരിക. അപ്പോൾ അതൊരു പ്രോബ്ലം ആണെന്ന് ചോദിച്ചാൽ പക്ഷേ എന്നിരുന്നാലും നമുക്ക് മാർക്കറ്റിൽ അത്രയും കൂടുതൽ വണ്ടികൾ ഉള്ളതുകൊണ്ട് കുറച്ച് വർഷങ്ങളിലേക്ക് എന്തായാലും കുഴപ്പമുണ്ടാവില്ല. എന്നാൽ ഇവർ ഇലക്ട്രിക് മോട്ടറും ട്യൂൺ ചെയ്യാൻ ഇപ്പോൾ എന്തായാലും ആറാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ ഡെഫിനറ്റ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്. പിന്നെ ഈ പറഞ്ഞ പോലെ പെർഫോമൻസിന്റെ കാര്യത്തിൽ അധികം ചെയ്യാനില്ല ഇലക്ട്രിക് വണ്ടികളുടെ കാര്യത്തിൽ. ഇൻസ്റ്റന്റ് ടോർക്കാണ്. നമുക്ക് ഇതിനൊക്കെ ടോർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും ട്യൂൺ ചെയ്യണം. അതാണ് ഒരു വ്യത്യാസം. പിന്നെ നമുക്കൊരു ടോയ് കാർ ഓടിക്കുന്ന ഫീലാണ് ഇലക്ട്രിക്കിൽ വരുമ്പോൾ. IC എഞ്ചിൻ ഓടിക്കുമ്പോൾ ആ ഒരു ഫീലും ഫീഡ്ബാക്കും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടികൾ ഈ പറഞ്ഞ പോലെ റെഡ് ബാൻഡ് റൈസിംഗ് എന്ന് പറയുന്ന കമ്പനി എവിടെയൊക്കെയുണ്ട്? ഇപ്പോൾ കോട്ടയത്ത് നമ്മൾ കോട്ടയത്തുണ്ട്, തൃശ്ശൂരുണ്ട്, എറണാകുളത്തുണ്ട്. എറണാകുളത്ത് ഇവിടെ മുട്ടം അബുദാബി മോട്ടോഴ്സിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. കോട്ടയത്ത് ഡീറ്റെയിലിംഗ് മാഫിയയിലാണ് വരുന്നത്. പിന്നെ ബാക്കി മലപ്പുറം, കാലിക്കറ്റ്, തൃശ്ശൂർ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഓക്കെ, നമുക്കിനി നമ്മുടെ വണ്ടിയിലേക്ക് വരാം. എത്ര കാലം എടുത്തിട്ട് വണ്ടി? ഇത് ഞാൻ എടുത്തിട്ട് 2 വർഷമായി. 2016 മോഡൽ സ്കോഡ ഒക്ടാവിയ 1.8 TSI ആണ് ഈ വണ്ടി. സെക്കൻഡ് ഹാൻഡ് എടുത്താൽ സെക്കൻഡ് ഹാൻഡ് എടുത്താണ്. അപ്പം ഒരു ഡോക്ടർ യൂസ് 20,000 കിലോമീറ്റർ ഓടിയ വണ്ടി തപ്പി കണ്ടുപിടിച്ച് എടുത്താൽ. ഇത് ഇങ്ങനെയല്ലായിരുന്നു, ഈ കോലത്തിലല്ലായിരുന്നു. ഇത് കംപ്ലീറ്റ് വൈറ്റ് കളർ സ്ട്രേറ്റ് ഹെഡ് ലൈറ്റ്സ് ആയിരുന്നു. ഇതിന്റെ പ്രീവിയസ് ജനറേഷൻ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ കൺവേർഷൻ ചെയ്ത് സ്പ്ലിറ്റ് ഹെഡ് ലൈറ്റ്സ് ആക്കി നമ്മൾ ഈ പെയിന്റിലേക്ക് അടിച്ച് കൊണ്ടുവന്നതാണ്. ഇത് ട്യൂൺ ചെയ്തിട്ടുണ്ടോ? ഇത് ട്യൂൺ ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് 2 ആണ്. സ്റ്റേജ് 2 ആണ്. ഒരു ഓൾമോസ്റ്റ് നമ്മളൊരു 60 HP ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക്. നല്ല അടിപൊളി പെർഫോമൻസ് ആണ്. മൈലേജ് അപ്പോൾ എത്ര കുറയോ കൂടിയോ? എനിക്ക് വ്യത്യാസമുണ്ട്. നമുക്ക് നന്നായിട്ട് ഓടിക്കുമ്പോൾ സത്യം പറഞ്ഞ് ഇന്നലെ മോട്ടോറിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ വളരെ സെഡേറ്റ് ആയിട്ട് ഓടിച്ചത് കൊണ്ട് 12 കിലോമീറ്റർ ഒക്കെ മൈലേജ് കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ പ്രൂഫ് വേണമെങ്കിൽ കാണിച്ചു തരാം. കാരണം ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ വെറുതെ പറയായിരിക്കും. അല്ല, നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ചാണ് നമ്മുടെ മൈലേജ് ഏറ്റവും കൂടുതൽ വ്യത്യാസം വരുന്നത്. നമ്മൾ ലൈറ്റ് ത്രോട്ടിൽ ചെയ്ത് ഓടിച്ചാൽ ഏത് വണ്ടി ട്യൂൺ ചെയ്താലും നമുക്ക് മൈലേജ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഏറ്റവും അധികം ട്യൂണിംഗ് ഫ്രണ്ട്ലി ആണോ ഈ ഇവരുടെ വാഹനങ്ങൾ? ഡെഫിനറ്റ്ലി സ്കോഡ, വോക്സ്വാഗന്റെ വാഹനങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്ക് ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ ആ ലിമിറ്റ്സ് എടുത്ത് കളഞ്ഞിട്ട് ആക്ച്വൽ എഞ്ചിൻ പൊട്ടൻഷ്യലേക്ക് കൊണ്ടുവരാൻ വളരെയധികം നമ്മളെ സഹായിക്കും. ഈ എഞ്ചിൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടം ഈ എഞ്ചിൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണോ ഇത് വാങ്ങിച്ചത്? ഡെഫിനറ്റ്ലി ഒരു ആഗ്രഹമാണ്. കാരണം പണ്ട് ഫാദറിന് ഒരു 2011 സ്കോഡ ലോറ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ഈ സ്കോഡ എന്ന് പറഞ്ഞ ബ്രാൻഡിനോട് ഭയങ്കര ഒരു ഇതാണ്. ഫിറ്റ് ആൻഡ് ഫിനിഷ്, ക്വാളിറ്റി, ഡ്രൈവബിലിറ്റി, അതിന്റെ DSG ഗിയർ ബോക്സ്, ഇതെല്ലാം വളരെയധികം നമുക്ക് എനിക്കന്ന് ഭയങ്കര ഫാസിനേഷൻ ആയിരുന്നു അത്. പിന്നെ നമുക്ക് സാഹചര്യം ഒത്തു വന്നപ്പോൾ നമ്മൾ ഒരെണ്ണം മേടിച്ചു. പിന്നെ ഇതുപോലെ കളറൊക്കെ അടിച്ചു. അപ്പോൾ ഈ കളർ അടിക്കുക എന്ന് പറഞ്ഞ ഒരു ടാസ്ക് ആയിരുന്നു. കാരണം നമുക്ക് ഇഷ്ടംപോലെ കളറുണ്ട്. അതിൽ നിന്നൊരു 3-4 കളർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അടിക്കാന്ന് ഭയങ്കര പാടായിരുന്നു. എൻ്റെ ഫ്രണ്ടാണ് ഹെൽപ്പ് ചെയ്തത് എന്നെ. സെൽഫ് ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞ തിരുവല്ല ഒരു ഗരാജ് ഉണ്ട്. പുള്ളിയാണ് ജിനോ എന്ന് പറഞ്ഞ ആളുടെ പേര്. പുള്ളിയാണ് എന്നെ ഹെൽപ്പ് ചെയ്ത് ഈ വണ്ടി ഇങ്ങനെയാക്കാൻ സഹായിച്ചത്. പക്ഷേ ലോറ ആയിരുന്നല്ലോ വീട്ടിലുണ്ടായിരുന്നത്. ലോറയിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു ലെവൽ താഴുകയാണല്ലോ ചെയ്യുന്നത്. സെയിം ആണ് ലോറ, ഇതും സെയിം ആണ്. പുറത്ത് ലോറ എന്ന് പറയുന്നത് പുറത്ത് ഒക്ടാവിയ തന്നെയാണ്. ഇവിടെ വന്നപ്പോഴത്തേനും അവർ പേര് മാറ്റിയെന്നുള്ളൂ. അത് Mark 2 ആയിരുന്നു. ഇത് Mark 3.5 അതാണ് വരുന്നത്. അപ്പോൾ അതേ കംഫർട്ട് തന്നെ ഉണ്ട്. അതേ കംഫർട്ട് ഉണ്ട്. പിന്നെ കംഫർട്ട് ഇപ്പം കുറവാണ്. കാരണം സസ്പെൻഷൻ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഫോർ ബെറ്റർ ഹാൻഡ്ലിംഗ്. അതെ നമുക്ക് ഹാൻഡ്ലിംഗ് ഇത്രയും പവർ വരുമ്പോഴത്തേനും അതിനുള്ള ഹാൻഡ്ലിംഗ് നമുക്ക് വേണം. ഇതൊരു സെക്കൻഡ് ഹാൻഡ് ഈ വണ്ടിക്ക് എന്ത് വില വരും? നല്ല വണ്ടികളാണെങ്കിൽ പറഞ്ഞ ഒറിജിനൽ കേരള ആണെങ്കിൽ 10 to 12 lakhs ഇടയ്ക്ക് കിട്ടും. അതർ സ്റ്റേറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിലും താഴെ വില കുറച്ച് കിട്ടും. പിന്നെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ഗിയർ ബോക്സ് ഇച്ചിരി പ്രശ്നക്കാരാണ്. നമ്മുടെ 1.2 TSI വരുന്ന ഗിയർ ബോക്സ് ആണ്. ഇച്ചിരി പ്രശ്നക്കാരാണ്. അത് കറക്റ്റ് ഹിസ്റ്ററി മെക്കട്രോണിക്സ് ഒക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് എടുക്കാൻ പറ്റിയൊരു വാഹനം തന്നെയാണ്. കാരണം നമുക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു വണ്ടിയാണ്. നമുക്ക് വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല ഈ വണ്ടിയിൽ. ലോറ ഇപ്പോഴും ഉണ്ടോ വീട്ടിൽ? ഇല്ല, ലോറ വിറ്റു. ലോറ കൊടുത്തു. പ്രൈമറി വെഹിക്കിൾ ഇത് തന്നെയാണ്? അല്ല, പ്രൈമറി വെഹിക്കിൾ ഇതല്ല. ഒരു 2020 G20 320D ഉണ്ട്, 3 സീരീസ്. പിന്നെ ഒരു ഇനോവ ക്രിസ്റ്റ ഉണ്ട്. പിന്നെ ഒരു ഹോണ്ട സിറ്റി ഐവിടെക് ഉണ്ട്. ഈ 4 വണ്ടികളിൽ പെട്ടെന്ന് സ്വർണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ അതാ ഇഷ്ടം? ഇത് 100%. ഈവൻ 320D അല്ല? 320D ഇഷ്ടമാണ്. പക്ഷെ അത് പറഞ്ഞ പോലെ ഡീസലാണ്. അതിനാ ഒരു എന്താ പറയുക, പിന്നെ അതൊരു എന്താ പറയുക, ഒരു സ്റ്റോക്ക് വാഹനമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു പേഴ്സണൽ വാഹനം പോലെയാണ്. ഞാനിതേ ചൂസ് ചെയ്യുള്ളൂ. 320 മോശമാണെന്നല്ലാട്ടോ പറഞ്ഞു. പക്ഷെ എന്നാലും ഇതാണ്. മെയിൻ്റെനൻസ് കോസ്റ്റ് ഒക്കെ ഉണ്ട്? അതുണ്ട് കേട്ടോ, ഉണ്ട്. മെയിൻ്റെനൻസ് കോസ്റ്റ് ഉണ്ട്. കാരണം പാർട്സ് അവൈലബിലിറ്റി ഒക്കെ പ്രശ്നമാണ്. ഇപ്പം കുഴപ്പമില്ല. നേരത്തെ വണ്ടി എടുത്ത സമയത്ത് നമുക്ക് ഒരുപാട് നാൾ വെയിറ്റ് ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പാർട്സ്.
പിന്നെ ഇപ്പം എക്സ്പെൻസീവ് ആണ്. ഇറ്റ്സ് ലൈക്ക് മെയിൻറ്റെയിനിങ് ഇത്രയും നമുക്ക് തരുമ്പോൾ അതിന് ബദലായിട്ടൊരു ഒറ്റ പ്രശ്നമുള്ളൂ മെയിൻ്റെനൻസ്. അത് നമ്മൾ ചെയ്യണം. പുതിയ സ്കോഡയുടെ കാര്യത്തിൽ എല്ലാം വാറണ്ടി ഇതൊക്കെ പൊക്കോളും. പഴയ വണ്ടികളുടെ കാര്യത്തിൽ അതില്ലാത്ത നമ്മൾ ഔട്ട് ഓഫ് വാറണ്ടി ആണല്ലോ. അതെ, അതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തന്നെ നിൽക്കും. എക്സ്പെൻസീവ് ആണ്. പക്ഷെ എന്നാലും ആ എക്സ്പെൻസ് നമ്മൾ പൈസ കൊടുത്തൊരു അല്ലെങ്കിൽ ഒരു സർവീസ് ചെയ്യുമ്പോൾ നമുക്കുള്ള സന്തോഷം തരുന്നത് വെച്ചാൽ ഹാൻഡ്ലിംഗ്, സ്റ്റെബിലിറ്റി, സേഫ്റ്റി ഇതെല്ലാം തരുന്നതുകൊണ്ട് ആ കാര്യത്തിൽ പ്രശ്നമില്ല. എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുണ്ടോ? ഗിയർ ബോക്സ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം വരാറുള്ളത്. അതായത് അതിന്റെ മെക്കട്രോണിക്സ് യൂണിറ്റ്, അതായത് നമ്മുടെ ഈ പോളോ GT TS ബൈച്ചേറിന് അറിയായിരിക്കും. ഇപ്പോൾ 1.2 TSIക്ക് ഏറ്റവും കൂടുതൽ ഗിയർ ബോക്സ് ഫെയിൽ മെക്കട്രോണിക്സ് യൂണിറ്റ് ഉണ്ടായിരുന്നു. അത് വോക്സ് വാഗൺ എന്താണെന്നറിയില്ല ഈ വണ്ടികൾ. ഇപ്പോൾ GTA വരുന്ന സെയിം ഗിയർ ബോക്സാണ്. നമുക്ക് ട്യൂൺ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ലിമിറ്റേഷൻ വരുന്നതിൽ പവർ പുഷ് ചെയ്യാനായിട്ടാണ്. നമുക്ക് പോസ്റ്റ് ഒരു 400 Nm വരെ മാക്സിമം ഇത് പറയുന്നത്, അതിന്റെ താഴെ നിർത്തണം. അപ്പോൾ 250 Nm ആണ് ഇത് ആക്ച്വലി കമ്പനി റെക്കമെൻഡ് ചെയ്യണുള്ളൂ. അപ്പോൾ ഈ ഗിയർ ബോക്സ് എപ്പോൾ വേണമെങ്കിലും ഇറ്റ് ഇസ് എ ടിക്കിംഗ് ടൈം ബോംബ്. അതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ നെഗറ്റീവ് ഈ വാഹനത്തിൽ ഞാൻ കണ്ടത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി ഇതിന് ശേഷം എന്താണ് ഇനി മനസ്സിൽ? ആക്ച്വലി സ്പീക്കിംഗ് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇതൊരു സ്റ്റേജ് 3 ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. പിന്നെ ഇനി ബൈച്ചേട്ടൻ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആഗ്രഹം പറയാട്ടോ, ഒരു BMW M5 അതിൻ്റെ 4.4 V8 അത്രയും വേറെ ഒരു പ്രാക്ടിക്കൽ 4 ഡോർ സെഡാൻ. അപ്പം അതിൻ്റെ അത്രയും വേറെ ഒന്നും വരത്തില്ല. അതാണ് ഒരു ആഗ്രഹം ഇരിക്കുന്നത്. എങ്കിലും എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, എന്തിനാണ് കേരളത്തിലെ റോഡുകൾ ഇത്രയും പെർഫോമൻസ്? ചേട്ടാ അത് വേറെ ഒന്നുമില്ല. നമുക്ക് പെർഫോമൻസ് ചെയ്യുന്നത് ബേസിക്കലി ഈ റോഡിലൂടെ പറപ്പിക്കാനൊന്നുമില്ല. നമുക്കൊരു ഓവർടേക്ക് ചെയ്യുമ്പോൾ, നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ സിംഗിൾ ലൈൻ റോഡ്സാണ് ഉള്ളത്. നമുക്ക് ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒന്ന് പെട്ടെന്ന് കയറി പോകാനായിട്ടും, പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്ന് കാലുകൊടുക്കുക, ഒരു നൈറ്റ് തിരിച്ചു വരാണ്, നല്ല റോഡ് MT റോഡാണെങ്കിൽ ഒന്ന് കാലുകൊടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാനും. ഇപ്പോൾ കാര്യം നമ്മൾ കേരളത്തിലായി പോയല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഇതിൻ്റെ അത്. ഇപ്പോൾ ഈ സ്കേർട്ടിങ് വന്നിരിക്കുന്നത് ഇപ്പോൾ അടി തട്ടുന്നില്ല ഇത്? ഉണ്ട്, പ്രശ്നമുണ്ട്. അപ്പം പക്ഷേ നമ്മൾ അതനുസരിച്ച് വെട്ടിച്ച് കയറ്റി ഇറക്കിയൊക്കെ പോകണം. സ്പീഡ് ബ്രേക്കേഴ്സ് പ്രശ്നമില്ല, ഇതുപോലത്തെ ഉള്ള കട്ടിങ്സ് ആണ് പ്രശ്നമുള്ളൂ. ഒന്ന് നോക്കിയെടുത്താൽ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പലർക്കും ഈ ട്യൂണിങ്ങിനെ പറ്റി പല വിദ്യാധാരണങ്ങളുണ്ട്. ട്യൂണിങ് അങ്ങനെ കുഴപ്പം പിടിച്ച സാധനമൊന്നുമല്ല. നല്ല രീതിയിൽ അറിയാവുന്നൊരു ട്യൂൺ ചെയ്താലും മൈലേജ് കൂടുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ എഞ്ചിൻ പവറും കൂടും. ഞാനത് എൻ്റെ കയ്യിലൊരു ക്രൂസ് ഉണ്ടായിരുന്നു, ക്രൂസ് 150 bhp ആയിരുന്നു അന്ന്. പീറ്റ്സ് ഉള്ള കാലത്താണ്. പീറ്റ്സ് 225 ആക്കിയായിരുന്നു. അത് അടിപൊളി വണ്ടിയാണ്. അത് ഡീസൽ റോക്കറ്റ് എന്നാണ് വണ്ടിയെ വിളിക്കുന്നത്. അത് ഞാനന്ന് നന്നായിട്ട് എൻജോയ് ചെയ്ത് ഓടിച്ചിരുന്നതാണ്. ഈ പറഞ്ഞ പോലെയാണ്, അതിന് വലിയ മൈലേജ് ഒന്നും ഇല്ല, എങ്കിൽ പോലും മൈലേജ് ഡ്രോപ്പ് ആയിട്ടില്ല. അതായിരുന്നു അന്നത്തെ അതിൻ്റെ ഒരു ഗുണമായിട്ട്. നമുക്ക് ലഭിക്കുന്ന മൈലേജ് നമുക്ക് ലഭിക്കും. അത് പിന്നെ ഹാർഡ് റോഡ് ഡ്രൈവിംഗ് സ്റ്റൈലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതെ. അപ്പോൾ ഏതായാലും ഈവൻ ജിംനി ഉള്ളവർക്ക് പോലും ട്യൂൺ ചെയ്യാൻ സാധിക്കും. 100% വി ഹാവ് ദ സൊല്യൂഷൻ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് വീണ്ടും കാണും, ഫ്യൂച്ചറിൽ കാണാം. ഓക്കെ ബൈച്ചേട്ടാ, താങ്ക് യു. അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, ബൈ.